യുദ്ധ ആശങ്ക ഒഴിഞ്ഞു. ടെഹ്റാൻ വിട്ടവർ വീടുകളിലേക്ക് തിരിച്ചെത്തി. ഷോപ്പുകളും സ്ഥാപനങ്ങളും തുറന്നു. പക്ഷേ ഇറാൻ പൂർണ്ണമായും ശാന്തമായെന്ന് പറയാനായിട്ടില്ല. സർക്കാർ വിമർശകരും ആക്ടിവിസ്റ്റുകളും ആശങ്കയിലാണ്. ഇസ്രയേലിന്റെ ബോംബുകളോ മിസൈലുകളോ വീഴുമോ എന്നതല്ല, ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ പിടി വീഴുമോ എന്നതാണ് ആ പേടിക്ക് കാരണം. യുദ്ധശേഷം ഇറാനിൽ എന്താണ് സംഭവിക്കുന്നത്? സൈനിക മേധാവിമാരും ഖമനേയിയുടെ അനുയായികളും ആണവ ശാസ്ത്രജ്ഞരും അങ്ങനെ ഇറാന്റെ മുൻനിരയിലുള്ളവരെ എണ്ണിയാണ് ഇസ്രയേൽ വധിച്ചത്. കൃത്യമായ ആസൂത്രണത്തോടെയുള്ള നീക്കം. ഓപ്പറേഷൻ റൈസിംഗ് ലൈനിൽ ലക്ഷ്യമിട്ടവരിൽ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയിയെ ഒഴികെ ഭൂരിഭാഗം നേതൃനിരയെയും ഇസ്രയേൽ കൊലപ്പെടുത്തി. ഇത്ര കൃത്യതയോടെയും വ്യാപ്തിയോടെയും ഇസ്രയേലിന് അതിന് സാധിച്ചെങ്കിൽ പിന്നിൽ രാജ്യത്തിനകത്തു നിന്നുള്ള സഹായമുണ്ടെന്ന് ഇറാൻ സംശയിക്കുന്നു. പൗരന്മാരുടെ ചാരപ്പണിക്ക് തെളിവ് ലഭിച്ചെന്നാണ് റവല്യൂഷണറി ഗാർഡും ഇറാൻ സർക്കാരും വ്യക്തമാക്കുന്നത്. സർക്കാരിന്റെ നയങ്ങൾക്കും ഇസ്ലാമിക നിയമങ്ങൾക്കുമെതിരെ വലിയ പ്രതിഷേധത്തിന് വേദിയായ രാജ്യമാണ് ഇറാൻ. ആ രാജ്യത്ത് നിന്ന് ഉയർന്നു കേട്ട സ്ത്രീ സ്വാതന്ത്ര്യ പ്രഖ്യാപനങ്ങളും അതിനെതിരായ ഭരണകൂട അടിച്ചമർത്തലും എല്ലാം നമ്മുടെ ഓർമ്മയിലില്ലേ? അങ്ങനെ സർക്കാരിനെതിരെ പ്രതിഷേധിച്ച നിരവധി പേർ ഇപ്പോൾ ഇറാൻ സൈന്യത്തിന്റെയും പോലീസിന്റെയും എല്ലാം പിടിയിലാണെന്നാണ് വിവരം. ദേശസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന വിധം ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസി മൊസാദിന് രാജ്യത്തെ ഒറ്റു നൽകിയെന്നാണ് അവർക്കെതിരായ കുറ്റം. ചാരക്കുറ്റത്തിന് 1000-നടുത്ത ആളുകൾ ഇറാനിൽ അറസ്റ്റിലായെന്നും 3 പേരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയെന്നുമാണ് റിപ്പോർട്ടുകൾ. അറസ്റ്റിലായ പലരുടെയും കുറ്റസമ്മത മൊഴികൾ സ്റ്റേറ്റ് ടെലിവിഷൻ പുറത്തുവിടുന്നുണ്ട്. മൊസാദുമായി ബന്ധമുണ്ടെന്ന് ബോധ്യപ്പെട്ടവരെ മാത്രമാണ് പിടികൂടിയതെന്നാണ് ഇറാൻ സർക്കാരിന്റെ വിശദീകരണം. രാജ്യത്തിന് പുറത്ത് ഇസ്രയേൽ അനുകൂല റിപ്പോർട്ടിംഗ് ചെയ്ത ഇറാനിയൻ മാധ്യമപ്രവർത്തകരുടെ വിവരങ്ങൾ പോലും ഇറാൻ ഭരണകൂടം ശേഖരിച്ചു. വിദേശത്തുള്ള ഈ മാധ്യമപ്രവർത്തകരുടെ ഇറാനിലെ കുടുംബാംഗങ്ങളെ കസ്റ്റഡിയിലെടുത്ത് സമ്മർദ്ദം ചെലുത്തുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ജോലി രാജിവെച്ചില്ലെങ്കിൽ കടുത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ്. BBC പേർഷ്യൻ റിപ്പോർട്ടറുടെ കുടുംബാംഗങ്ങളെ ഇത്തരത്തിൽ കസ്റ്റഡിയിലെടുത്തതായി വാർത്തകൾ പുറത്തുവരുന്നു. ദൈവത്തിനെതിരായ ശത്രുത, ചാരവൃത്തി ഇങ്ങനെയുള്ള കുറ്റങ്ങൾ ചുമത്തുമെന്നാണ് ഭീഷണി. ഇറാനിലെ സംഭവ വികാസങ്ങളിൽ ആശങ്ക അറിയിക്കുകയാണ് മനുഷ്യാവകാശ സംഘടനകൾ. സർക്കാർ വിരുദ്ധരെ ചാരന്മാരെന്ന് മുദ്രകുത്തി പിടികൂടുകയാണെന്നാണ് വിമർശനം. 1980-ലെ ഇറാൻ-ഇറാഖ് യുദ്ധകാലത്ത് ഇറാനിൽ രാഷ്ട്രീയ എതിർസ്വരങ്ങളെ അടിച്ചമർത്തിയതിന് സമാനമായ സാഹചര്യമാണ് ഇപ്പോഴുള്ളതെന്ന് അവർ വിലയിരുത്തുന്നു. വിയോജിപ്പുകളെ നിശബ്ദമാക്കാനുള്ള ആസൂത്രിത നീക്കമാണിതെന്ന് മനുഷ്യാവകാശ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു.